ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഭയങ്കര സ്പെഷ്യലാണ്. ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും പായസം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിച്ച് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അടപ്രഥമൻ, പാലാട ഇതൊക്കെ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു ചുരക്ക എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ചുരക്കയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ആ പകുതി എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഞാനിവിടെ ഒരു കവർ പാലിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എത്ര കവർ പാലിലാണോ ഓരോരുത്തർക്കും വേണ്ടത് അതിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കിയിട്ട് എടുക്കണം. അപ്പോഴേ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തു. അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം. തിളച്ച് വരരുത്, ചൂടായാൽ മതി. ഇതുപോലെ പുള്ളിയായിട്ടൊക്കെ വരുന്ന ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ്. അതുമാത്രമല്ല സാദാ പാൽപ്പൊടി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും രണ്ട് ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 ഏലക്ക ഇട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചുരക്ക ഇട്ട് കൊടുക്കാം. ഈ ഒരു ചുരക്ക മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് അവിലാണ്. ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് മധുരത്തിൻ്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ടുള്ള ആ ഒരു ബാലൻസ് ചെയ്യാനുള്ള ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു 1.5 മിനിറ്റ് സമയം വരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിൽ കൂടുതലിട്ട് വേവിക്കണമെന്നില്ല. കാരണം ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര നൈസായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ അവലും കൂടെയാണ്. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 200 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു 1.5 ടീസ്പൂണോളം ബാക്കി വെക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണമെന്നുള്ളവർക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരം മാത്രം മതി എന്നുള്ളവർക്ക് അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ അടപ്രഥമനൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു മധുരത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 കവർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു പാലിൽ കിടന്നിട്ട് 1 മിനിറ്റ് നേരം ഇതൊന്ന് തിളച്ച് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാടിട്ട് വറ്റിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഈ ഒരു നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മണവും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ബദാമോ കപ്പലണ്ടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിൽ കുടിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചുരക്ക കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം റെഡിയായി കിട്ടി. ഇതുപോലെ ചുരക്കയുടെ കൂടെ നമുക്ക് ചവ്വരിയും അതുപോലെ സേമിയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അതിനേക്കാളൊക്കെ ടേസ്റ്റാണ് അവൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ. ഇത്തവണ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.